നീ ജീവൻ കൊടുപ്പിക്കാതെ നീ ജീവൻ കൊടുപ്പിച്ചതാട്ടെ ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടെ. ഞങ്ങളിത് എത്തിയതിനെ പറഞ്ഞിട്ടേക്കാം. നമസ്കാരം, വണക്കം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മനുഷ്യ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം നിങ്ങളിൽ ഒരുപാട് പേര് അറിഞ്ഞു കാണും. പിന്നെ ആദ്യം തന്നെ നമ്മൾ വീഡിയോ ആരംഭിക്കുമ്പോഴേക്കും ഒരു ചോദ്യത്തോടു കൂടി തന്നെ ആരംഭിക്കാം. സാധാരണ പ്രസവം സ്ത്രീകൾ പ്രസവിക്കുന്നത് വീട്ടിൽ വെച്ചാണോ ഇല്ല ഹോസ്പിറ്റലിൽ വെച്ചാണോ, ഏതാണ് കൂടുതൽ നല്ലത്? ഇന്നത്തെ കാലത്ത് അതിന് ഒരു സംശയവുമില്ലാതെ തന്നെ ഒരു മറുപടി പറയാം. തീർച്ചയായിട്ടും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പ്രസവം നടത്തുന്നതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. പിന്നെ പഴയ കാലം അല്ല, പഴയ നൂറ്റാണ്ടിലൊക്കെ ഇതുപോലെ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്ന സ്ത്രീയൊക്കെ വന്നിട്ട് അന്നത്തെ കാലത്ത് അതൊക്കെയായിരുന്നു പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. വൈദ്യശാസ്ത്രം വന്നിട്ട് ഒരുപാട് വികസിച്ചതോടെ ഇന്നത്തെ പ്രസവങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നതാണ് പതിവ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടുത്തിടെ അസ്മ എന്ന് പറഞ്ഞ ഒരു 35 വയസ്സുള്ള യുവതി മലപ്പുറത്ത് വെച്ച് തൻ്റെ 5ാമത്തെ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് വാടക വീടെന്ന് പറയാം, അവിടെ പ്രസവമൊക്കെ നടക്കുകയും യുവതി മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം വളരെയധികം വിഷമത്തോടെയാണ് അറിയാനായിട്ട് ഇടവന്നത്. ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചൂടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചുരുക്കി പറയാം. സംഭവം നടന്നത് മലപ്പുറത്ത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചായിരുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇവരുടെ വീട്ടിൽ ആരാ എന്താ എന്നുള്ളത് പോലെ അയൽക്കാർക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ സിറാജുദ്ദീൻ എന്ന വ്യക്തിയുടെ ഭാര്യയാണ് അസ്മ. അപ്പോൾ ഇവർക്ക് 4 കുട്ടികൾ മുൻപേ ഉണ്ട്. ഇത് 5ാമത്തെ പ്രസവമായിരുന്നു. സിറാജുദ്ദീൻ ആണെങ്കിൽ അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ആദ്യത്തെ 2 പ്രസവവും അസ്മയുടേത് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. പിന്നീടാണെന്ന് തോന്നുന്നു ഇയാൾ ഈ അക്യുപഞ്ചറിൻ്റെ രംഗത്തിലേക്കൊക്കെ വരികയും അത് കഴിഞ്ഞിട്ടുള്ള പ്രസവങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നടത്തുകയുമാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണ കേട്ടിട്ടുള്ളത് വന്നിട്ട് ഈ അക്യുപഞ്ചർ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ പൊതുവേ ഹോസ്പിറ്റലിൻ്റെ പേര് കേട്ടാലേ അലർജിയാണ്. അപ്പോൾ എന്ത് വന്നാലും ശരി, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് വരെ ആപത്തുണ്ടായാലും ഇവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറായില്ല. അതുമാത്രവുമല്ല, ഈ 5ാമത്തേത് ആൺകുഞ്ഞാണ്. കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും ആ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. പാവം സ്ത്രീയുടെ കാര്യമാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായി പോയി അവർക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചുരുളഴിയുന്നത്. യഥാർത്ഥത്തിൽ ആ സ്ത്രീ പാവം, അവർ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? ഇവർ വന്നിട്ട് കൊലയ്ക്ക് കൊടുക്കുന്ന പോലെയുള്ളൊരു സംഭവമായി പോയി. ഓരോ പ്രസവവും നരകതുല്യമായിട്ടുള്ള ഒരു വേദനയാണ് അതിൽ ആ സ്ത്രീ അനുഭവിക്കുന്നത്. ഓരോ അമ്മമാരും കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴേക്കും അനുഭവിക്കുന്ന വേദന വന്നിട്ട് അത്രയ്ക്കും അത് കഠിനമായിട്ടുള്ളൊരു വേദനയാണ്. അപ്പോൾ ഇത്രയുമൊക്കെ സഹിച്ചിട്ട് ഒരു പ്രസവമൊക്കെ നടക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ശുശ്രൂഷയും പരിചരണവും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ പാവം ഇവർക്ക് അതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്നപ്പോഴും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്ഥിതി സ്വന്തം ഭർത്താവ് കാണിക്കാതിരുന്നത് വളരെ കഷ്ടമായി പോയി. എന്റെ തള്ള വന്നോ?
പറയുന്നേ കേക്ക് കിടന്നു. ഞാൻ വിളിച്ചു ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കിടന്നു. കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ ശ്വാസം വിട്ടപ്പോൾ ഞാൻ വിളിച്ചത്. പ്രസവത്തിന് അവിടെ വണ്ടി അനുവദിച്ചായിട്ട് വണ്ടി ഉണ്ട്, അവിടെ വണ്ടി ഉണ്ട്. അവിടെ വണ്ടിയായിട്ട് വരാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വിളിക്കുന്നത്, ഞാൻ കിടക്കുന്നില്ല. എല്ലാം ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോടുണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക്. അത് കേട്ടപ്പോൾ തന്നെ, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഈ 5 കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അനാഥരായിട്ട് തീരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ജനിച്ച കുഞ്ഞിന് പോലും അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ഒന്നും ലഭിക്കാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഈ സംഭവം കേട്ടതോടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ ചെയ്തത് ശരിയാണെന്നുള്ളത്? മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ മനുഷ്യരിങ്ങനെ ദ്രോഹിക്കുന്നത് ഒരുതരം മനോരോഗം പോലെയാണ്. സ്ത്രീ അനുഭവിച്ച യാതനകൾക്കും വേദനകൾക്കും ഒക്കെ ഉത്തരം പറയാൻ ആരാണുള്ളത്? മരണപ്പെട്ട സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഭർത്താവ് വിചാരിച്ചാൽ പറ്റുമോ? അത്യാവശ്യ സമയത്ത് ഒന്നുമില്ലെങ്കിലും വേണ്ട ചികിത്സയെങ്കിലും കൊടുത്തിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരനെ ഒരുപാട് നാട്ടുകാർ ചേർന്നിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോയുടെ കുറേ ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ തൊട്ടാ ഇവന്റെ മറവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള ഈ തള്ളവികൾക്കൊക്കെ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ പഠിപ്പിക്കാതിരുന്നു. നീ ജീവൻ പഠിപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങളിതൊക്കെ ഇതിനെ പറഞ്ഞിട്ടേക്കാം. നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇല്ലേ? എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിലെങ്കിലും നടക്കാതിരിക്കട്ടെ. കാരണം ഇതുപോലെ മനസ്സിൽ ഓരോ ചിന്തകളൊക്കെ വെച്ച് പുലർത്തിയിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ പോലും ഒരു പ്രശ്നം വന്നപ്പോഴേക്കും ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകാതെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും സ്ത്രീക്കെതിരെ ചെയ്തിട്ടുള്ള വലിയൊരു ദ്രോഹമായിട്ട് തന്നെ ആയിപ്പോയി. ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എന്ത് പറയാനാണ് ഇതിനെപ്പറ്റി? കാരണം കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതും അത് കൊടുക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ കൈകളിൽ നിന്നാണ്. അത് തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടായാലും ഈ ബ്ലീഡിങ് വന്നപ്പോൾ പോലും ശ്രദ്ധിക്കുകയോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കാണിക്കുകയോ ചെയ്യാത്ത ഒരു ഭർത്താവ്, അയാളോട് ഈ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ തോന്നാതെ എന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നിങ്ങളും അറിഞ്ഞു കാണും. നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.